ഹലോ, നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ 1.5 വയസ്സായ കുട്ടിനെ കൊന്ന ആ കൊലപാതകികൾക്കും രാജസ്ഥാനിലാണ് നടന്ന ഒരു കുഞ്ഞിനെ കാലിൽ പിടിച്ച് നിലത്തടിച്ച് കൊന്ന ആ ഒരു പ്രതിക്കും എല്ലാവരും പറയും പോലെ ഒരു പോലീസ് എൻകൗണ്ടറിൽ കൊല്ലുന്നതും അല്ലെങ്കിൽ ഒരു തൂക്കുകയറിൽ കൊല്ലുന്നതും ആ കുഞ്ഞുങ്ങൾ അനുഭവിച്ച വേദനൻ്റെ ഒരംശം പോലും ആവില്ല. അങ്ങനെ ചെയ്യരുത്. ഈ ലോകത്തിൽ വേദന അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണോ അതാണ് ആ നായ്ക്കൾക്ക് കൊടുക്കേണ്ടത്. നായ്ക്കൾ എന്ന് പറയാൻ പറ്റില്ല, അതിനെങ്കിലും സ്നേഹമുള്ള വർഗ്ഗങ്ങളാണ് നായ്ക്കൾ. ഇത് അതിലും മോശമായ ഏതെങ്കിലും ഒരു മൃഗമുണ്ടെങ്കിൽ ആ മൃഗത്തിന് പോലും ഉപമിക്കാൻ പറ്റാത്ത വർഗ്ഗങ്ങളാണ് ആ 1.5 വയസ്സായ കുട്ടിനെ വേദനിപ്പിച്ചതും ആ നിലത്തടിച്ച് കൊന്നതും. ഇത് രണ്ടും നോക്കുമ്പോൾ രണ്ടും ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ അനുഭവിച്ച ആ ഒരു വേദന അനുഭവിക്കണമെങ്കിൽ അവരിനെ ഒറ്റയടിക്ക് കൊല്ലാതെ അവയവങ്ങൾ വെട്ടിമുറിച്ച് അവരിനെ നിരങ്ങിക്കാൻ വിടണം. അവർ മരിക്കുന്നവരെ നരകിക്കണം. എന്നാലേ ആ വേദനൻ്റെ എന്താണെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. ഇവരിൻ്റെ സുഖത്തിന് വേണ്ടി മാത്രം മക്കളിനക്ക് ജന്മം കൊടുത്തിട്ട് ആ കുഞ്ഞുങ്ങളിനെ എങ്ങനെ ഇല്ലാതാക്കുന്നതിൽ എന്താ അർത്ഥമുണ്ട്? ഇങ്ങനെയാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാതിരിക്കും. സുഖത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ എത്രയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ ലോകത്തിൽ. അതുപോലെ മക്കളില്ലാത്ത എത്രയോ അച്ഛനമ്മമാർ ഈ ലോകത്തിലുണ്ട്. ആർക്കെങ്കിലും ആ കുഞ്ഞുങ്ങളെ കൊടുത്തിരുന്നെങ്കിൽ അത് എവിടെയെങ്കിലും വളരുമായിരുന്നില്ല. മഹാപാപികൾ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാവി എന്ന് പറയുന്നത് ആരാന്നറിയോ? മക്കളിനെ ഒരുപാട് തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അച്ഛനമ്മമാർ തല്ലും, അത് വേറെ വിഷയം. പക്ഷേ ഒരു കാരുണ്യദാക്ഷ്യമില്ലാതെ ആ 2 കുഞ്ഞുങ്ങൾ 2 തരത്തിൽ വേദന അനുഭവിച്ച എന്നിട്ട് മരിച്ച 2 കുഞ്ഞുങ്ങളിൻ്റെ മുഖം എന്താ ചെയ്യുക? അതെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ നിയമത്തിന് പേടിയില്ലാത്തത് കൊണ്ടാണ്. പേടിയുള്ള നിയമമില്ല, നിയമത്തെ പേടിയില്ല. ഒന്ന്, ജയിലിൽ പോയാൽ അവർക്ക് നല്ല സുഭിക്ഷമായ ഭക്ഷണം കിട്ടും, ഇറങ്ങി വരുമ്പോൾ നല്ല പൈസയും കിട്ടും. പിന്നെ അവർക്ക് നാട്ടിലേക്കാൾ സുഖം ജയിലിലാണ് എന്നാണ്. അതുകൊണ്ട് ഈ ജയിൽ നിയമം മാറ്റണം, ജയിലിലത്തെ ഭക്ഷണങ്ങൾ മാറ്റണം. പണ്ടത്തെ പോലെ 2 ഗോതമ്പുണ്ട് ഓരോ കട്ടൻ ചായയും കൊടുക്കണം എന്നുള്ള പക്ഷക്കാരിയാണ് ഞാൻ. ഉച്ചയ്ക്ക് കഞ്ഞി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കഞ്ഞിയും ചമ്മന്തി മാത്രമേ, ഇല്ലെങ്കിൽ ഒരു ഉപ്പേരിയെ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇങ്ങനെയെല്ലാം ചെയ്ത് ജയിലിൽ കൊണ്ടുപോയിട്ട് അവർ നമ്മുടെ നികുതി പണം കൊടുത്ത് തിന്ന് കൊഴുപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നാട്ടിലേക്ക് വിട്ടു. എന്നിട്ട് ഇത്രയും ചെയ്യുന്ന ആൾക്കാർക്ക് മനംമാറ്റം ഉണ്ടാകുമെന്നാണോ ഈ നമ്മുടെ ഇന്ത്യയിലെ നിയമവ്യവസ്ഥ വിചാരിച്ചിരിക്കുന്നത്? ഒരിക്കലും മാറില്ല. അവരിൻ്റെ ഉള്ളിൽ ആ ഒരു ഇത് എന്തായാലും ഉണ്ടാവും. ഒരിക്കലും അവർ മാറാൻ പോകുന്നില്ല. അവർക്കറിയാം ഇന്ത്യയിൽ ഇത്ര ചെയ്താൽ ഇത്ര നിയമമേ ഉള്ളൂ, നമ്മൾക്ക് കുടുംബത്തിലേക്കായാലും സുഖം ജയിലിലാണ് എന്നുള്ളതൊക്കെ അവർക്കറിയാം. അപ്പോൾ ഒറ്റയടിക്ക് എൻകൗണ്ടറിൽ കൊല്ലും ചെയ്യരുത്, ഒറ്റയടിക്ക് തൂക്കുകയറിലും കൊല്ലരുത് എന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ. അവരുടെ ശരീരം മൊത്തം ഇങ്ങനെ അരിഞ്ഞ് വരഞ്ഞ് കാന്താരി മുളകും ഉപ്പും കൂടി അരച്ചിട്ട് അവന്മാരുടെ ഇതിൽ തേച്ച് വിട്ടിട്ട് ആ ചെക്കനുണ്ടല്ലോ, അവൻ്റെ ഡാഷിൽ പച്ചമുളക് അരച്ചത് തേച്ചിട്ട് കോലുകൊണ്ട് കുത്തി അതിൻ്റെ ഉള്ളിലേക്ക് തുരുകി വിടുക. ആ പെണ്ണിനെ നല്ലോണം ഇരുത്തി മലത്തി കിടത്തിയിട്ട് അങ്ങോട്ട് പച്ചമുളകും കാന്താരിയും കൂടി അരച്ചങ്ങോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തേച്ച് വിടണം. എന്നാലേ ഇങ്ങനെ ഓടി നടന്ന ആണുങ്ങളെ പിടിക്കാൻ നടക്കുന്ന പെണ്ണുങ്ങളിൻ്റെ കാമം തീരണമെങ്കിൽ അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, ഈ 2 കാര്യങ്ങൾ ചെയ്യുക. അതിന് ഈ സർക്കാരിന് കഴിയുമോ? ഈ ഇന്ത്യ ഭരിക്കുന്ന ആൾക്ക് കഴിയുമോ? നിയമങ്ങൾ മാറ്റാനും നിയമവ്യവസ്ഥ ഇല്ലെങ്കിൽ, നിങ്ങൾക്കതിന് കഴിയില്ലെങ്കിൽ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കൂ. ഇത്രയും വലിയ തെറ്റ് ചെയ്തവരിനെയൊക്കെ പോലീസ് സംരക്ഷണത്തിൽ നിങ്ങൾ കൊണ്ടുപോകണത് എന്തിനാണ്? നാട്ടുകാർക്ക് വിട്ടുകൊടുക്കടോ. നിയമത്തിലേക്ക് കൊണ്ടുപോയി നമ്മളെ പാവപ്പെട്ടവരുടെ നികുതി പണം കൊണ്ട് അവരെ തിന്ന് കൊഴുപ്പിക്കാണ്ട്
നാട്ടുകാർക്ക് വിട്ടുകൊടുക്കണം. നിങ്ങൾക്ക് അവരെ ഒതുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാട്ടുകാർക്ക് കൊടുക്കണം ഇങ്ങനെയുള്ളവരെ. അല്ലാതെ ചെറിയ ചെറിയ തെറ്റ് കാണുമ്പോൾ അതിന് പോലീസ് പോയി കാവലിരുന്ന് വലിയ വലിയ കൊലപാതകങ്ങൾ ചെയ്തിട്ടും വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് അവർക്ക് നിങ്ങൾ സംരക്ഷണം ജനങ്ങളുടെ മുന്നിൽ കൊടുക്കുമ്പോഴുള്ള ആ ഒരു ധാർഷ്ട്യമുണ്ടല്ലോ നിയമവ്യവസ്ഥയ്ക്ക്, അതാണ് ആദ്യം മാറ്റേണ്ടത്. കാരണം നിയമം മാറണം, നിയമവ്യവസ്ഥ മാറണം. അതിന് ജനങ്ങൾ പൊതുനിരത്തിൽ വരണം. പച്ചയ്ക്ക് കൊല്ലണം, അടിച്ച് കൊല്ലണം അവരിനെയൊക്കെ. ആ കുഞ്ഞുങ്ങളെ 2 പേരിനെ ചെയ്ത ആ 2, 3 ആ പെണ്ണിനെയും ആ ചെക്കനെയും വേറൊരു നാട്ടിൽ ചെയ്ത അവനെയൊക്കെ ഉണ്ടല്ലോ, അടിച്ച് പച്ചയ്ക്ക് കൊല്ലണം അവരിനെ. അനുഭവിക്കണം അവർ ആ വേദന, ആ കുഞ്ഞുങ്ങൾ അനുഭവിച്ച വേദന. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം. എല്ലാവരും എന്താ പറയുക, ഇത് ശരിയാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ബൈ.